അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ വിവാദ നടപടികളുമായി ഡൊണാൾഡ് ട്രംപ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. അനധികൃത കുടിയേറ്റം തടയാൻ നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥയും ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ കുടിയൊഴിപ്പിക്കൽ അപമാനകരമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നടപടികളിലേക്ക് കടന്നത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. കോവിഡിനെ നിയന്ത്രിക്കുന്നതിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നടപടി. ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള സഹായം നിർത്തിയതായും ട്രംപിന്റെ ഉത്തരവിൽ വ്യക്തമാക്കി. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും പ്രാബല്യത്തിൽ വന്നു. ക്യൂബയെ ഭീകരരാഷ്ട്ര പദവിയിൽ നിന്ന് പിൻവലിക്കാനുള്ള തീരുമാനം റദ്ദാക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു. അതേസമയം US-ൽ നിരോധനം ഏർപ്പെടുത്തിയ ടിക്ടോക്കിന് നിയമപരമായി പ്രവർത്തിക്കാൻ ട്രംപ് 75 ദിവസത്തെ സാവകാശം അനുവദിച്ചു. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 10:30ഓടെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. US മുൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെയും തന്റെ മാതാവിന്റെയും ബൈബിളുകൾ കയ്യിലേന്തിയാണ് ട്രംപ് സത്യവാചകം ചൊല്ലിയത്. ആദ്യം വൈസ് പ്രസിഡന്റ് JD വാൻസാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അമേരിക്കയുടെ സുവർണകാലത്തിന്റെ തുടക്കമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. പ്രസംഗത്തിൽ നിർണായക തീരുമാനങ്ങളും ട്രംപ് പ്രഖ്യാപിച്ചു. അനധികൃത കുടിയേറ്റം തടയാൻ നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപ് ഇവിടേക്ക് സൈന്യത്തെ അയക്കുമെന്നും വ്യക്തമാക്കി. എന്നാൽ ട്രംപിന്റെ കുടിയേറ്റ നയത്തെ വിമർശിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ട്രംപിന്റെ കുടിയൊഴിപ്പിക്കൽ അപമാനകരമെന്നും ഇത് ബാധിക്കുക സാധാരണക്കാരെയാണെന്നും പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ പൂർണ്ണമായും നിരാകരിച്ച ട്രംപ് സ്ത്രീകളും പുരുഷന്മാരുമെന്ന 2 ലിംഗവിഭാഗങ്ങളെ ഉണ്ടാകൂവെന്നും ട്രാൻസ്ജെൻഡർ ഇനിയില്ലെന്നും പ്രഖ്യാപിച്ചു. വിദേശികൾക്ക് പൗരത്വം നൽകുന്ന എല്ലാ നടപടികളും നിർത്തിവെക്കാൻ ഉത്തരവിട്ട ട്രംപ് ക്രിമിനലുകളായ എല്ലാ വിദേശികളെയും തിരിച്ചയക്കുമെന്നും പറഞ്ഞു. അതേസമയം ട്രംപിന്റെ നീക്കങ്ങളെ ലോകരാജ്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.